ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തേതും മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. 2022 PSC ചോദിച്ച 50 മലയാളം ചോദ്യങ്ങളും അവയുടെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ആദ്യത്തെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആജാനുബാഹു. മറ്റു ഓപ്ഷൻസ് നോക്കാം. ജന്മിത്വം അല്ല, ജന്മിത്തം ആണ്, ഇത്തയാണ് വരുന്നത്. അസന്നിഗ്ധം, ഇന്നയ്ക്ക് പകരം ചന്ദനത്തിൻ്റെ ഇന്തയാണ്. ദ്രുതഗതിയല്ല, ദ്രുതഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയാം. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനമാണ് അലിംഗ ബഹുവചനം. പ്രത്യയങ്ങൾ അർ, മാർ, കൾ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൻസർ മക്കൾ. ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഇത് പലതവണ ചോദിച്ചതാണ്. സൂര്യൻ. അധസ്ഥലം, പിരിച്ചെഴുതുക. കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അധ, അധികം, തലം. ശരിയായ രൂപമേത്? ആൻസർ ഓപ്ഷൻ എ, അർത്ഥാന്തരന്യാസം. സന്ധി നിർണയിക്കുക. 90. പിരിച്ചെഴുതിയാൽ തൊൺ അധികം 100. നാ പോയി നാ വന്നു. ഒരക്ഷരം പോയി പകരം മറ്റൊരക്ഷരം വരുന്നത് ആദേശസന്ധി. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആദേശസന്ധി. പൂജക ബഹുവചനം ഏത്? എന്താണ് പൂജക ബഹുവചനം? അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണെന്ത്? പൂജക ബഹുവചനം. പ്രത്യയങ്ങൾ അർ, ആർ, കൾ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൻസർ ഭാഗവതർ. വിഹഗം, പര്യായപദമായി വരുന്ന വാക്കേത്? പക്ഷി. വിഹഗം, പക്ഷി. പക്ഷിയുടെ പര്യായപദങ്ങൾ ഖഗം, ദ്വിജം, പത്രി, പദത്രി, വിഹഗം, പതംഗം. ഒറ്റപ്പദമേത്? പഠിക്കാനുള്ള ആഗ്രഹം. പിപഠിഷ. അങ്ങനെയാണെങ്കിൽ പിപാസ എന്താണ്? കുടിക്കാനുള്ള ആഗ്രഹം. ശരിയായ വാക്യമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. നദി എന്ന് അർത്ഥമില്ലാത്ത പദമേത്? നദപതി. ശരത് അധികം ചന്ദ്രൻ, ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ശരചന്ദ്രൻ. സ്റ്റാറ്റസ് ക്യൂ എന്നതിൻ്റെ മലയാള പരിഭാഷയാണ് മാറ്റമില്ലാത്ത സ്ഥിതി. പൂർവം, വിപരീത പദം. പൂർവം എന്ന് വെച്ചാൽ കിഴക്ക്. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് എന്നർത്ഥം വരുന്നത് പശ്ചിമം. പൂർവം, പശ്ചിമം. ഭാഗിനേയൻ, സ്ത്രീലിംഗം. ഭാഗിനേയൻ എന്ന് വെച്ചാൽ സഹോദരീ പുത്രൻ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ സഹോദരീ പുത്രി എന്ന് വരുന്നത് ഭാഗിനേയി. ഭാഗിനേയൻ, ഭാഗിനേയി. വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് പുരോഗതിയില്ലാത്ത അവസ്ഥയെ. അടുത്ത ക്വസ്റ്റ്യൻ, ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് ത്രോൺസ് എന്നതിൻ്റെ വിവർത്തനമാണ് മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല. ആകാശകുസുമം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. ഋജു, വിപരീത പദം. ഋജു എന്ന് വെച്ചാൽ നേരെയുള്ളത്. അപ്പോൾ വളഞ്ഞത് എന്നർത്ഥം വരുന്നത് വക്രം.
ഋജു, വക്രം. പികം എന്ന വാക്കിൻ്റെ അർത്ഥം കുയിൽ. പികം, കുയിൽ. ശരിയായ പദമേത്? കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, യാദൃച്ഛികം. ശരിയായ വാക്യമേത്? ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആ പെൺകുട്ടി അവളുടെ അമ്മയെ പോലെയാണ്. ഒറ്റപ്പദമെഴുതുക. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം. അങ്ങനെയാണെങ്കിൽ എന്താണ് വിവക്ഷ? പറയാനുള്ള ആഗ്രഹം. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം, പറയാനുള്ള ആഗ്രഹം വിവക്ഷ. കഴുത്ത് എന്നർത്ഥം വരുന്ന പദമേത്? ആൻസർ ഓപ്ഷൻ ബി, കന്ദരം. വിപരീത പദമെഴുതുക. അഗ്രജൻ. അഗ്രജൻ എന്ന് വച്ചാൽ ജ്യേഷ്ഠൻ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അനുജൻ എന്നർത്ഥം വരുന്നത് അവരജൻ. അഗ്രജൻ, അവരജൻ. ലോകസ്ഥിതി അറിയാത്തവർ എന്നർത്ഥം വരുന്ന ശൈലി ഏത്? കിണറ്റിലെ തവള. സ്ത്രീലിംഗമെഴുതുക. നേതാവ്, നേത്രി. രാജ്യം അധികം എ ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി, രാജ്യത്തെ. അവൻ പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ എ, ആ അധികം അൻ. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, സ്വച്ഛന്തം. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം നോക്കി പെരുമാറുക. ആൻസർ ഓപ്ഷൻ സി. തുലാം അധികം ഇൻ്റെ ചേർത്തെഴുതിയാൽ തുലാത്തിൻ്റെ. ആൻസർ ഓപ്ഷൻ സി. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. അപരാധി എന്ന് വച്ചാൽ കുറ്റം ചെയ്തവൻ. അപ്പോൾ കുറ്റം ചെയ്തവൾ എന്നർത്ഥം വരുന്നത് അപരാധിനി. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. എന്താണ് പൂജക ബഹുവചനം എന്ന് നേരത്തെ പറഞ്ഞതാണ്. ആൻസർ വൈദ്യർ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മര അധികം കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ശരത്ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം പാരതന്ത്ര്യം. മഹച്ചരിതം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹത്ത് അധികം ചരിതം. വീണയുടെ പര്യായപദമല്ലാത്തത് ഏത്? കൈരവം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പദമേത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഐകമത്യം. ഐകമത്യം എന്നതാണ് കറക്റ്റ്. ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന അപൂർണ ക്രിയ ഏത്? പിൻവിനയച്ചം. സംബന്ധികാ വിഭക്തിക്കുള്ള ഉദാഹരണം ഏത്? ബാലകേളി. സംബന്ധികാ വിഭക്തിയുടെ പ്രത്യയങ്ങൾ ഉടേ ഇൻ്റെ. ഉടേ ഇൻ്റെ സംബന്ധികാ സ്വതാ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനുപ്രയോഗത്തിനുള്ള ഉദാഹരണം ഏത്? എന്താണ് അനുപ്രയോഗം? പൂർണ്ണക്രിയയ്ക്ക് അർത്ഥമോ രൂപമോ പരിഷ്കരിക്കാൻ വേണ്ടി പിന്നിൽ ചേർക്കുന്ന അപ്രധാന ക്രിയകളാണ് അനുപ്രയോഗം. അങ്ങനെ വരുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, പറഞ്ഞുകൊള്ളുന്നു. തൂവെള്ള എന്ന വാക്കിലെ തൂ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വിശേഷണം. ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നത് വിശേഷണം.
പൂജക ബഹുവചനത്തിനുള്ള ഉദാഹരണമേത്? ഗുരുക്കൾ. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിക്ക് തത്തുല്യമായ മലയാളം ശൈലിയേത്? ഉരുളക്കുപ്പേരി. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അധ്യാപിക ഉത്തരക്കടലാസ് പുനഃപരിശോധിച്ചു.